നമസ്കാരം. കൂടോത്രം, മൃഗബലി തുടങ്ങിയ നിഗൂഢ ആഭിചാര കർമ്മങ്ങൾ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ പതിവ് പ്രയോഗങ്ങളായി മാറുകയാണ്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത പിറകെ കോൺഗ്രസിൽ നിന്നും പുറത്തായ ബാലകൃഷ്ണൻ പെരിയയാണ് കോൺഗ്രസിൽ കൂടോത്രമുണ്ട് എന്ന ആദ്യ വെടി പൊട്ടിക്കുന്നത്. തനിക്കെതിരെ കണ്ണൂരിൽ മൃഗബലി നടത്തിയെന്ന കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ആരോപണവും പിന്നീട് കോൺഗ്രസ് നേതാവ് K സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയ സംഭവവും നരബലി അടക്കമുള്ള സംഭവങ്ങൾ പ്രബുദ്ധ കേരളത്തിൽ അരങ്ങ് തകർക്കുന്നുണ്ട് എന്ന വസ്തുതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കർണാടക സർക്കാരിനെ നിലത്താക്കാൻ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ മൃഗബലി അടങ്ങുന്ന ശത്രുഭൈരവീയാഗം വരെ നടത്തിയെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞത്. കയ്യിൽ കെട്ടിയ ചരടുകൾ എന്തിനാണ് എന്ന ചോദ്യത്തിനായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ ശിവകുമാറിന്റെ ഈ മറുപടി. കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രം കേന്ദ്രീകരിച്ച് പഞ്ചമൃഗബലിയും യാഗങ്ങളും നടന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ട്. ബലിയിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ വിവരങ്ങൾ എഴുതി അറിയിച്ചത്. ആരാണ് ഇത്തരം പൂജകൾ നടത്തുന്നത് എന്ന വിവരവും കിട്ടി. ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: K സുധാകരൻ കൂടോത്രം കൈനീട്ടി വാങ്ങിയ ആദ്യ അധ്യക്ഷനല്ല. അങ്ങനെ ആരും കരുതുകയും വേണ്ട. ഇതിനു മുൻപ് VM സുധീരന്റെ വീട്ടിൽ നിന്ന് 9 തവണയാണ് കൂടോത്ര അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത്. നടുമുറ്റത്തു നിന്നും വാഴച്ചുവട്ടിൽ നിന്നുമടക്കം ചെമ്പ് തകിടുകൾ, ചെറുശൂലങ്ങൾ, വെള്ളാരം കല്ലുകൾ ഉൾപ്പെടെയുള്ള കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. സുധീരന് പിറകെ K സുധാകരന്റെ വീട്ടിലും കൂടോത്രം കണ്ടതോടെ KPCC കസേര കൊതിക്കുന്ന ആരെങ്കിലുമാണോ ഇതിന് പിന്നിലെന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. മറ്റു ചില കോൺഗ്രസ് നേതാക്കളും കൂടോത്രത്തിന്റെ ഇരകളായിട്ടുണ്ട്. കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി നന്നാവില്ല എന്നാണ് പ്രതികരിച്ചത്. കൂടോത്രം 1.5 വർഷം മുൻപ് കണ്ടെത്തിയിട്ടും K സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും മൗനം പാലിച്ചത് എന്താണ് എന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നിരിക്കുകയാണ്. പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികളാണോ അതോ പുറത്തുള്ളവരാണോ കൂടോത്രത്തിന് പിന്നിലെന്ന കാര്യം മാത്രം ഇരുവരും എന്തുകൊണ്ടോ പറഞ്ഞിട്ടില്ല. സുധാകരന് ഇടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളിൽ ചില നാവുപിഴകളും ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെയാണ് കൂടോത്ര സംശയം ഉണ്ടാകുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനാണ് KPCC അധ്യക്ഷനെ സഹായിക്കാൻ പത്തനംതിട്ടയിൽ നിന്നും കർമ്മിയെ ഏർപ്പാടാക്കിയത്. പരിശോധനയിൽ കൂടോത്രം കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ മറു കൂടോത്രത്തിന്, അതായത് പരിഹാരക്രിയകൾ ചെയ്യുമെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം. MP എന്ന നിലയിൽ പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിലാണ് കൂടോത്രം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. രൂപവും തകിടുകളുമാണ് കണ്ടെത്തിയത്. തനിക്ക് നേരെയും കൂടോത്ര പ്രയോഗങ്ങൾ നടന്നതായി പാർട്ടിയിലെ ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്തിടെ രാജ്മോഹൻ ഉണ്ണിത്താനും വെളിപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ഇക്കാര്യത്തിലെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇരുവരും. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും പുറത്തായ ബാലകൃഷ്ണൻ പെരിയയാണ് കോൺഗ്രസിൽ കൂടോത്രമുണ്ട് എന്ന കാര്യം പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെ ലക്ഷ്യം വെച്ചായിരുന്നു അന്ന് കൂടോത്രം. അന്ന് ആ കൂടോത്രം വലിയ രീതിയിൽ ചർച്ചയായില്ല. പിന്നീടാണ് KPCC അധ്യക്ഷൻ K സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തുടർന്നായിരുന്നു കൂടോത്രത്തിന്റെ ആളിക്കത്തൽ. രാജ്മോഹൻ ഉണ്ണിത്താനോട് സംഭവത്തെപ്പറ്റി ചോദിച്ചവരോട് നോ കമന്റ്സ് എന്നാണ് പറഞ്ഞത്. സുധാകരന്റെ വീട്ടിൽ നിന്നുള്ള കൂടോത്ര വീഡിയോ പുറത്തുവിട്ട ആൾ ആരാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നായിരുന്നു ഉണ്ണിത്താൻ നൽകിയ മറുപടി. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ശക്തനായ എതിരാളി M വിജയരാജനെ K സുധാകരൻ നിലംപരിശാക്കിയത് മറുകൂടോത്രം കൊണ്ടായിരുന്നുവെന്ന സംസാരവുമുണ്ട്. VM സുധീരനെതിരെ കൂടോത്രങ്ങൾ ചെയ്തപ്പോൾ മറുക്രിയ ചെയ്യാൻ മറന്നതാണ് തിരിച്ചടിയായത് എന്നും പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാർ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് പൊതുവെ പറയാറ്. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടുന്നവർ എന്ന പെരുമയും അവർക്കാണ്. എങ്കിലും കണ്ണൂരിലെ CPMന്റെ ഉന്നത നേതാക്കളും ഇത്തരം വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. പൂമൂടൽ വിവാദവും പ്രസാദമൂട്ട് വിവാദവുമൊക്കെ ഇതിന് ഉദാഹരണമായി കേരളം കണ്ടതാണ്. തനിക്ക് ശത്രുക്കളില്ല, പിന്നെ എന്തിനാണ് താൻ ശത്രു സംഹാരത്തിന് പൂമൂടൽ വഴിപാട് നടത്തുന്നത് എന്നായിരുന്നു അന്നൊരു പ്രമുഖ നേതാവ് ചോദിച്ചത്. പൂമൂടൽ വഴിപാട് സംഭവം അദ്ദേഹം നിഷേധിക്കുകയുമുണ്ടായി. സംഭവശേഷം ഇതേ നേതാവിനെതിരെ
വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസാദമൂട്ട് ആരോപണമുണ്ടാകുന്നത്. നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബത്തെ കരുവാക്കിയാണ് ആരോപണമുയർന്നത്. പിന്നാലെ ശത്രുസംഹാര പൂജ വിവാദവുമുണ്ടായി. തൃശൂരിലെ പ്രമുഖ തന്ത്രി കുടുംബത്തിലെ പുരോഹിതരുടെ നേതൃത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ നടത്തിയത്. സുദർശന ഹോമം, ആവാഹന പൂജകൾ തുടങ്ങിയവയൊക്കെ നടത്തിയെന്നും പറയുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ രംഗത്ത് വരേണ്ടവർ തന്നെയാണ് പലപ്പോഴും കൂടോത്ര കർമ്മങ്ങളുടെ ഭാഗമാകുന്നത്. ഇതൊക്കെയുണ്ടോ എന്ന ചോദ്യവും പരിഹാസസ്വരത്തിൽ കേൾക്കുന്നുണ്ട്. കെ സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും മന്ത്രവാദിയും ചേർന്ന് തകിടും രൂപങ്ങളും കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ജീവൻ പോകാത്തത് ഭാഗ്യമെന്ന് കെ സുധാകരൻ ഉണ്ണിത്താനോട് പറഞ്ഞിട്ടുമുണ്ട്.